ചാനലാണ്. അപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ സ്ട്രെസ്സിങ് ആയിരുന്നു. ഞങ്ങൾ ഡ്രോയിങ് ചലഞ്ചാണ് ചെയ്യാന്ന്. അപ്പോൾ ഇവരൊക്കെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഡ്രോ ചെയ്യാൻ. പക്ഷേ ഞാൻ വിളിച്ചത് വരെയാണ് ഡ്രോ ചെയ്യാൻ. ഇപ്പൊ കുറച്ച് നേരമായിട്ട് ഡ്രോ ചെയ്യുന്നില്ല. ഞാൻ ഡ്രോ ചെയ്തോളൂ. ഇപ്പൊ തൽക്കാലത്തിലേക്ക് പോകാനാണ് ഗൈസ്. ഭയന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിവിടെ സ്ട്രെസ്ഡ് ഔട്ടാണ്. ഇവര് വരയ്ക്കാൻ പോവാണ്. ഇവരിപ്പോ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് പണിയിലൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളെ ചലഞ്ച് തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ വേഗം റെഡിയാവോ ഗൈസ്? പെൻഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ എം റെഡി. സോ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പെൻസിൽ മാത്രമാണ്. പിന്നെ ഞങ്ങൾ കളേഴ്സ് ഉപയോഗിക്കും. പിന്നെ അഥവാ ഇനിയിപ്പോൾ അവർക്ക് സാധനങ്ങളാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ ടൈം കൊടുക്കും. ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതിന് സിസേഴ്സ് വേണ്ടി വരും. സോ ബാക്കിയുള്ള 2 മിനിറ്റ് നമുക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യും. സ്റ്റാർട്ടായിരിക്കുന്നുണ്ട്. അവരിപ്പോൾ പൂ വരച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ തെറിച്ചു പോയതാണ് കേട്ടോ. മണ്ടറ വെച്ചതാണ്. പിന്നെ നമ്മളെ കണ്ടസ്റ്റന്റ് നമ്പർ 2 നല്ലോണം ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റ് ആണെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ നമ്മളെ പൊട്ടനെ പറ്റി നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും, 2 ആളും പെൻസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നോ എവിഡൻസ്ലി ഫൗണ്ട് കളേഴ്സ്. ഷെയ്ഡിങ് ആണ്. പിന്നെ സർക്കിൾ ഉണ്ട്, അറിയില്ല. പിന്നെ നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ വരയ്ക്കുന്നത് നമുക്ക് പിന്നെ ഫില്ല് ചെയ്യാം. കളിക്കുന്നതൊക്കെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണ്ട. അപ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലായി പൂവിന് 2 വര ഉണ്ടോന്ന് നമുക്ക് അറിയില്ല. ഭൂമി ജയിക്കാനുള്ള സാധ്യത നമുക്ക് നല്ല ഭൂമിയില്ല. നമ്മളെ പെണ്ണ് ജയിക്കുന്നൊരു സംശയമുണ്ട്. നമ്മളെ ചെക്കൻ ജയിക്കുന്ന ഉറപ്പില്ല. കാരണം ചെക്കൻ മര്യാദയ്ക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷേ ഇവള് ചീറ്റിങ്. ഓക്കെ എന്നാ നമ്മൾ കണ്ടീഷൻ നമ്പർ 2 തന്നെ വെക്കുക. പോകുന്നുണ്ട്. വീഡിയോ ഗൈസ് വീഡിയോ എന്ത് ചെയ്യാൻ പോവാണ്. പാർട്ട് 2 നമ്മൾ ഇടുന്നതായിരിക്കും. പാർട്ട് 2 എന്ന് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും നമ്മൾ ഇടുന്നതായിരിക്കും. ഞാൻ പോസ്റ്റ് ചെയ്തോളും. ബൈ.